ഈ പുഴയും കടന്ന് വരാനിരിക്കുന്ന പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ വിനീതിനെ കാണാഞ്ഞ് കാവേരി ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. ഇന്നും വിനീതിന് കുടിച്ചിട്ടാണോ വരുന്നത്, അങ്ങനെ ടെൻഷനിലിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നിവിൻ കുറേ വട്ടം വിളിച്ചായിരുന്നു. എന്നിട്ട് ആ വിനീതിനെ കുടിപ്പിച്ചത് നിവിനാണെന്ന് വിചാരിച്ച് കാവേരി ഫോൺ എടുക്കുന്നില്ല. വിനീത് അത്യാവശ്യം ഒരു കാര്യം പറയാനാണ് വിളിക്കുന്നത്. കുറേ വട്ടം വിളിച്ചിട്ടും കാവേരി ഫോൺ എടുക്കുന്നില്ല. അതിനുശേഷം ഒന്നും കൂടെ വിളിച്ച് നോക്കാമെന്നും പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോഴുടനെ കാവേരി ഫോൺ എടുത്തിട്ട് ചോദിക്കണം, എന്തിനാ എപ്പോഴും ഇങ്ങനെ നടന്ന് വിളിക്കുന്നത്? ഞാൻ പറഞ്ഞതല്ലേ ഇനി ഇങ്ങോട്ട് വിളിക്കുകയോ വരികയോ ചെയ്യല്ലെന്ന്. അപ്പോൾ ഉടനെ നിവിൻ പറയാണ്, ഇയാൾ അച്ഛനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനാണ് വിളിച്ചത്, ഇയാൾക്കത് അറിയണ്ടെങ്കിൽ അറിയണ്ട എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഫോൺ കട്ടാക്കി കട്ടിൻ്റെ മുകളിലേക്ക് നിവിൻ ഫോൺ ഇടുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് കാവേരിക്ക് ഒന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അച്ഛൻ്റെ കാര്യമാണെന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് ഫോൺ എടുത്ത് വീണ്ടും നിവിനെ വിളിക്കുകയാണ് കാവേരി. അങ്ങനെ കാവേരി ഫോൺ വിളിക്കുന്ന കാണുമ്പോഴത്തേക്ക് നിവിൻ എടുക്കുന്നുണ്ട്. അപ്പം കാവേരി ചോദിക്കുന്നുണ്ട്, എന്താ നിവിനെ, എന്താ അച്ഛനുമായി ബന്ധപ്പെട്ട പറയാനുള്ള കാര്യം എന്ന് ചോദിക്കുകയാണ്. അതെ, ഞാൻ ഇന്നാണെങ്കിൽ ജയപാൽ അങ്കിളിനെ കണ്ടായിരുന്നു. ഇപ്പം ജയപാൽ അങ്കിൾ ഒരു റബ്ബർ തോട്ടത്തെക്കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ഈ ഇടയ്ക്കാണ് വാങ്ങിച്ചതെന്ന് എന്നോട് പറഞ്ഞത്. പക്ഷേ അന്നേരമാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്. ഇതിനു മുമ്പ് കാവേരി എന്നോടത്ത് പറഞ്ഞായിരുന്നല്ലോ, അച്ഛൻ മരിക്കുന്നതിൻ്റെ ആ ഇടയ്ക്ക് ആ ഒരു റബ്ബർ തോട്ടം വാങ്ങിച്ച കാര്യം എന്നോട് പറഞ്ഞായിരുന്നല്ലോ. അപ്പം എനിക്കൊരു സംശയം, ആ ഒരു റബ്ബർ തോട്ടത്തിനെ കുറിച്ചാണോ ജയപാലൻ അങ്കിൾ എന്നോട് പറഞ്ഞത്, അത് ജയപാലൻ്റെ അങ്കിളിൻ്റെ പേരിലോട്ട് മാറ്റിയതാണോ എന്നൊരു സംശയം. ഒരു സംശയം മാത്രമാണെന്ന് നിവിൻ കാവേരിയോട് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് കാവേരി ആകപ്പാട് ടെൻഷൻ ആവുന്നുണ്ട്. എന്താ നിവിൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അല്ല, ഇനി അരവിന്ദ് അങ്കിൾ വാങ്ങിച്ച ആ പ്രോപ്പർട്ടിയാണോ ജയപാൽ അങ്കിളിൻ്റെ പേരിലേക്ക് മാറ്റിയാണെന്ന് എനിക്കൊരു സംശയം മാത്രമാണെന്ന് നിവിൻ വീണ്ടും പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് നാളെ കാണാമെന്ന് കാവേരി പറയുന്നുണ്ട്. അങ്ങനെ കാവേരി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വിനീത് വരുന്നത്. അപ്പം വിനീതാണെങ്കിൽ വരുമ്പോൾ ഉടനെ കാവേരി ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ വിനീത് വിചാരിക്കണം, കാവേരി നിൽപ്പുണ്ടല്ലോ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ കയ്യിരുന്ന കവറ് ബാക്കിലോട്ട് ഒളിപ്പിച്ച് വെക്കുമ്പോഴത്തേക്ക് കാവേരിയാണെങ്കിൽ പെട്ടെന്ന് ഫോൺ വെച്ചിട്ട് വിനീതേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ വിനീതേട്ട, എന്താ ഒരു കള്ളലക്ഷണം, ഇന്നും കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം വിനീത് പറയണം, ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല. അപ്പം കാവേരി മണത്തൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ കുടിച്ചിട്ടില്ല കാവേരി എന്ന് പറയണം. എന്താ വിനീതേട്ടൻ്റെ കയ്യിലെന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല എന്ന് പറയാണ്. കാണിയിരുന്ന് പറയാണ്. അപ്പം പറയുന്നത്, ഇല്ല ഒന്നുമില്ല എന്ന് പറയുകയാണ്. അങ്ങനെ കാവേരി അത് നോക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ കാവേരി എന്ന് ചോദിക്കുകയാണ്. അല്ല, വിനീതേട്ടൻ്റെ കയ്യിൽ എന്തോ ഇരിക്കുന്നത്, അതെന്തുവാന്ന് ചോദിക്കുകയാണ്. അപ്പം പറയാണ്, നീ കയറിപ്പോയി, ഞാൻ ചോദിച്ചോളാം അവനോട് എന്ന് പറഞ്ഞിട്ട് കാവേരി പറഞ്ഞിടുകയാണ്. അപ്പം അച്ഛമ്മ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് നിൻ്റെ കയ്യിൽ? ഒന്നുമില്ല അച്ഛമ്മ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് വാങ്ങിക്കുന്നുണ്ട്. നോക്കുമ്പം കവറിനകത്ത് മുല്ലപ്പൂവും അലുവയും. എന്താണ് ഇത്, ആർക്ക് വേണ്ടിയാ, ഗംഗയ്ക്ക് വേണ്ടിയാണോ എന്ന് ചോദിക്കുകയാണ്. അവൾ എന്നോട് പിണങ്ങിയിരിക്കില്ലേ ഇന്നലത്തെ പ്രശ്നം കൊണ്ട്, ഞാൻ വിചാരിച്ച് ഇത് ഗംഗയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നതാന്ന് പറയാണ്. അപ്പോൾ ഉടനെ അച്ഛമ്മ പറയാണ്, എടാ മുല്ലപ്പൂവും അലുവയും ഒന്നും വാങ്ങിച്ചുകൊണ്ട് വന്ന് അവൾക്ക് കൊടുക്കാതെ നീ അവളുമായിട്ട് ഒരടുപ്പം ഉണ്ടാക്കാൻ നോക്ക്, അതാ വേണ്ടുന്നതെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വിനീത് ചോദിക്കുകയാണ്, ഇതെന്താ ഗംഗയ്ക്ക് കൊടുക്കണ്ടായോ എന്ന് ചോദിക്കുകയാണ്. എന്തായാലും നീ വാങ്ങിച്ചോണ്ട് വന്നേല്ലേ, വാങ്ങിച്ചോണ്ട് വന്നാൽ ഗംഗയ്ക്ക് കൊടുക്ക്, കുഴപ്പമില്ല. പക്ഷേ അതിനു മുമ്പേ നീ അവളുമായിട്ട് ഒരു അടുപ്പം ഉണ്ടാക്കിയെടുക്ക്, എന്നിട്ട് മതി ഇങ്ങനെയുള്ള കാര്യമൊക്കെ എന്ന് വിനീതിനോട് പറയുകയാണ് അച്ഛമ്മ. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വിനീത് അതുമായിട്ട് അകത്തേക്ക് പോവുകയാണ്. അങ്ങനെ മുറിയിൽ ചെല്ലുന്ന വിനീതിന് ആകപ്പാട് ടെൻഷനാണ്. ഇതെങ്ങനെ ഗംഗയ്ക്ക് കൊടുക്കും, ഗംഗ ഇത് കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങിക്കുമോ എന്നൊക്കെയുള്ള ആകപ്പാടെ ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഗംഗ വരുമ്പോഴത്തേക്ക് വിനീതാണെങ്കിൽ ആ മുല്ലപ്പൂ അങ്ങ് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് കയ്യിലിരുന്ന അലുവ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗംഗ ചോദിക്കുന്നുണ്ട്, എന്താ വിനീതേട്ടാ ഇത്? അല്ല, ഞാനിത് ഗംഗയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണ്, അതാ ഗംഗയ്ക്ക് കൊണ്ടുവന്നതെന്ന് ചോദിച്ചത്. എനിക്ക് വേണ്ടി മാത്രമാണോ എന്ന് ചോദിക്കുകയാണ്. ഇത് ഗംഗയ്ക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് എന്നും പറഞ്ഞുകൊണ്ട് അത് ഗംഗയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഗംഗ അത് കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ വിനീതങ്ങ് മാറ്റുന്നുണ്ട്. അതിനുശേഷം രാവിലെ ആയപ്പം ശാരദയും കാവേരിയും കൂടെ അവിടെ ചെടി നട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് രാവിലെ ഉറക്കം ഇടിച്ച് വരുന്ന വിനീതിൻ്റെ അവിടുന്ന് മുല്ലപ്പൂ എടുത്തുകൊണ്ടാണ് പുറത്തേക്ക് വരുന്നത്. വിനീതാണെങ്കിൽ പുറത്ത് വരുന്ന വിനീത് കയ്യിരുന്ന മുല്ലപ്പൂ എടുത്ത് എറിയാണ്. അത് വന്ന് വീഴുന്നത് കാവേരിയുടെ ദേഹത്തോട്ടാണ്. അപ്പോൾ എന്താണെന്നും പറഞ്ഞ് രണ്ടുപേരും ചാടി എണീക്കുകയാണ്. അപ്പോൾ ഉടനെ നോക്കുമ്പോൾ മുല്ലപ്പൂ കിടക്കുന്നത്. മുല്ലപ്പൂ ഇത് എവിടെ നിന്ന് വന്ന് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിനീത് കാണുന്നില്ല, ഇവരുടെ അടുത്തോട്ടാണ് എറിഞ്ഞിരുന്നത്. വിനീത് നോക്കുമ്പോൾ ആ മുല്ലപ്പൂ വന്ന് വീഴുന്നത് കാവേരിയുടെ ദേഹത്ത്. ആകപ്പാടെ വിനീത് പേടിച്ച്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ട കാവേരി എന്തായാലും തന്നോട് ചോദിക്കുമെന്ന് ഉറപ്പാണ്. അങ്ങനെ മുല്ലപ്പ് കാണുന്ന കാവേരി വിചാരിക്കണം, ഈ മുല്ലപ്പ് ഇപ്പോൾ എവിടെ നിന്ന് വന്ന് എന്ന് ചോദിക്കുകയാണ്. ഇത് ആരായിട്ട് തെറിഞ്ഞ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശാരദ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അവിടെ വിനീത് ഇരിക്കുമ്പോൾ അപ്പോൾ ശാരദ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ കാവേരി ചോദിക്കുന്നുണ്ട്, ഈ മുല്ലപ്പ് ആരാ എടുത്തെറിഞ്ഞ അമ്മേ എന്ന് ചോദിക്കുകയാണ്. അപ്പം ശാരദ പറയണേ, അതൊന്നും എനിക്കറിയത്തില്ല, നീ അവിടെ വെച്ചിട്ട് നീ പണി ചെയ്യാൻ നോക്കേ എന്ന് പറഞ്ഞിട്ട് ശാരദ ഓരോന്ന് പറഞ്ഞ് കാവേരി അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. ഇതിന് ശേഷം കാവേരിയാണെങ്കിൽ നിവിനെ കാണാൻ പോകുന്നുണ്ട്.
പിറ്റേന്ന് തന്നെ നിവിനെ കാണാമെന്ന് നിവിനോട് പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ നിവിനെ കാണുകയാണ്. നിവിനെ കാണുമ്പം നിവിനാണെങ്കിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇന്നലെ ജയപാൽ അങ്കിളിനെ ഞാൻ കണ്ടായിരുന്നു. അപ്പം ജയപാൽ അങ്കിള് അവിടെ ഒരു റബ്ബർ തോട്ടത്തിനെ കുറിച്ച് എന്നോട് പറഞ്ഞായിരുന്നു. അപ്പം സംസാരത്തിനിടയ്ക്ക് നിങ്ങളുടെ വീട് ജപ്തിയായ സമയത്താണ് അങ്കിൾ ആ പ്രോപ്പർട്ടി വാങ്ങിച്ചത്. അപ്പം ആ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു സംശയം തോന്നിയത്. ഇനി അരവിന്ദങ്കളെങ്ങാനും വാങ്ങിച്ച ആ പ്രോപ്പർട്ടി തന്നെയാണോ ഇതെന്നുള്ളൊരു സംശയം. അപ്പോൾ ഭയങ്കര സങ്കടത്തോടെ കവരി പറയാണ്, ജയപാൽ അങ്കിള് എൻ്റെ അച്ഛനെ നന്നായിട്ട് ചതിച്ചിട്ടുണ്ട്. അത് സഹിക്കാൻ വയ്യാതെയാണ് എൻ്റെ അച്ഛൻ മരിച്ചതെന്നൊക്കെ പറയാണ്. ഇത് കേൾക്കുമ്പോൾ നിവിൻ പറയാണ്, ഇവിടെ വൈകാരികമായ ഒരു തീരുമാനം എടുക്കുകയോ ഒന്നുമല്ല വേണ്ടുന്നത്. കാവേരി ബുദ്ധിപരമായി ചിന്തിക്കണം. ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം. അതിന് വേണ്ടുന്ന തെളിവ് കണ്ടെത്തണം. അതാ വേണ്ടുന്നത് എന്ന് പറയാണ്. അങ്ങനെ ഇവർ രണ്ടും തമ്മിൽ സംസാരിക്കുന്നത്, നിവിനും കാവേരിയും കൂടെ നിന്ന് സംസാരിക്കുന്നത് ദൂരെ ജയപാലിനെ അറിയാവുന്ന ഒരാൾ കാണുന്നുണ്ട്. ഒരു തോട്ടത്തൊഴിലാളി കാണുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് അയാൾ കാണുന്നുണ്ട്. എന്തായാലും അയാൾ ജയപാലിൻ്റെ അടുത്തും രാജേശ്വരി അടുത്തും പറയാതിരിക്കത്തില്ല. അങ്ങനെ ഇവർ രണ്ടുപേർക്കും ജയപാലിനെ സംശയമുണ്ട്.